ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ഉപ്പയും ഉമ്മയും കാണാനാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഉപ്പയ്ക്ക് പണിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഉമ്മയ്ക്കാണെങ്കിൽ ഉപ്പയെ നോക്കണം, അതിൻ്റെ കുറേ പ്രശ്നങ്ങളും. അപ്പോൾ ഉമ്മയും ഉപ്പയും കണ്ട ഒരു പ്രതിവിധിയാണ് വീട്ടിൽ വെച്ച് നല്ല ഭക്ഷണം നൽകുക എന്നുള്ളത്. അപ്പോൾ കുറേ പേർക്കൊന്നും ഭക്ഷണം നൽകുന്നില്ല, ഒരു 10-20 പേർക്കുള്ള ഭക്ഷണം, ഉച്ചഭക്ഷണമാണ് നൽകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരിട്ട് കാണാം. വാ. കഴിച്ചോ? ആണോ? ചോറ് കഴിക്കൂലേ ഇപ്പോ? വിശപ്പ് കുറവാണ്, വിശപ്പില്ല. ആഹാരം കാണുമ്പോഴേ വെറുക്കണം. വേണം, ഉള്ളിൽ വിശപ്പില്ല, അതാണ് മെയിൻ പ്രശ്നം. ഉള്ളിൽ വിശപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ. ഉള്ളിൽ വിശപ്പില്ല. ഇപ്പൊ പ്രശ്നം കിഡ്നിക്കും ഹാർട്ടിനും അല്ലേ? ടെൻഷൻ ഒന്നും വേണ്ട. പണ്ട് ഗൾഫിലായിരുന്നു അല്ലേ? എവിടെയായിരുന്നു? റിയാദിൽ. എത്ര? 35 വർഷമോ? 15 വർഷം സൗദിയിൽ, റിയാദിൽ. ഒരു ജീവിതല്ലേ അല്ലേ? ആസ്വദിച്ച് ജീവിക്കുക. മനുഷ്യരുടെ സമ്പാദിച്ച് കൂട്ടിയിട്ട് മനുഷ്യൻ സമ്പാദിച്ചിട്ട് എന്ത് കൊണ്ടുപോകും? ആര് വരുമ്പോ എന്ത് കൊണ്ടുവന്ന് പോകുമ്പോ നമ്മൾ എന്ത് കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോയില്ല. 6 അടി മണ്ണ്. അത് കിട്ടിയെന്ന് പറയാ. അത് ഇന്നെന്താ ഐറ്റം മീന്? അയില, കൊഴിയാള, നത്തോലി. എല്ലാ ദിവസവും ഒരേ മീനാണല്ലേ? അല്ല, മാറി മാറി വരും. ഇന്നത്തെ മീനെന്താ? വേറെ മീൻകറി കൊഴിയാള തന്നെ. പിന്നെ നമ്മളെ ഇതിപ്പോ എത്ര തുടങ്ങി നമ്മൾ ഹോട്ടലായിട്ട്? ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങിയത്. 1 വർഷമായി. 1 വർഷമായി. ഇപ്പൊ ഇന്നലെ ഒരു 15 ഊണ് പോയി, പിന്നെ ഞാനൊരു 18 ഊണ്. പിന്നെ മാക്സിമം കൂടിപ്പോയൊരു 10ഒക്കെയാണ്. പിന്നെ ഇതിപ്പോ ഈ ഒരാൾ ഇങ്ങനെ വീട് പണി നടക്കണോണ്ട് എനിക്ക് ഓർഡർ തന്നോണ്ടാണ് ഈ 15-18 ഊണൊക്കെ പോയത്. അല്ല, നോർമൽ എത്ര പോകും? നോർമൽ കൂടിപ്പോയി 10ഒക്കെ തന്നെ പോകുന്നുള്ളൂ അല്ലേ? 5 ദിവസമായിട്ട് കാണാനില്ല, വേറെ സ്ഥലത്തായിരുന്നു. അപ്പം പണി ഉണ്ടായോ? ഉണ്ടാവോ? 2 ദിവസം കാണുമോ? ഉണ്ടാവോ? ഉപ്പാന്റെ അവസ്ഥ ഉപ്പാന്റെ അവസ്ഥ എന്ന് പറയുമ്പോ ഇപ്പൊ ഇത് തന്നെ ഹാർട്ട് ബീറ്റ് തന്നെ നല്ല കുറവാണ്. 30 അതിൻ്റെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ്. 88 കിലോളം ഉണ്ടായിരുന്ന ആളാണ്. ഹാർട്ടും കിഡ്നിയാണ് പ്രശ്നം അല്ലേ? ഹാർട്ടിനും കിഡ്നിക്കുമാണ് പ്രശ്നം. ഇപ്പൊ നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസ് എന്താ പരിപാടിയൊക്കെ? കാറ്ററിംഗ് ഞാൻ പറഞ്ഞില്ല, ബിരിയാണിയാണ് മെയിനായിട്ട്. ഇപ്പം ഓർഡറൊന്നും ഇല്ല. അങ്ങനെ ഒരു 6-7 മാസത്തേക്ക് മുമ്പാണ് ചെയ്തത്. ആന്റി ഞാനും കൂടെയാണ് ചെയ്ത് കൊടുത്തത്. 100 പേർക്ക് ബിരിയാണി വെച്ച് കൊടുത്തത്. ഇതിന്റെ മുന്നേ ഉമ്മയ്ക്ക് വേറെ വല്ല വർക്ക് ഉണ്ടായിരുന്നു? ഞാൻ തൊഴിലുറപ്പിന് പോവായിരുന്നു. സന്തോഷേ, ഒരു പാർസലാ? ഒരെണ്ണോ? അച്ചാറ്, അവിയല്, തോരൻ. ഇത് നീ വിഴുക്ക് ഇല്ലെങ്കിൽ പച്ചടി ഇങ്ങനത്തെ കാണാൻ പറ്റും. ഇന്ന് പിന്നെ സലാഡ് ആക്കിയതാണ്. ഓക്കെ, മതി മതി. ഉമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ്. മീൻകറിയാണ് എല്ലാവർക്കും ഇഷ്ടം. മോൻ കഴിച്ചു നോക്ക്. നമ്മൾ ഉച്ചക്ക് 12 എല്ലാം റെഡി ആവുമോ? 12:30 ആകുമ്പോ ഫുഡാവും. 12:30 ആകുമ്പോ എല്ലാ ഫുഡും ആവും. മീൻകറിയാണല്ലോ നമ്മൾ മലബാർ സ്റ്റൈല്. ഇഷ്ടപ്പെട്ടോ? ഇത്രയും ഐറ്റം കൂട്ടിയിട്ടാണ് ചോറിന് 80 രൂപ. 80 തന്നെ മീനും വരും അല്ലേ? ഒരു മീനും ഇല്ല, ഒരു മീനും ഒന്നേം ഫ്രൈ, ഏതെങ്കിലും ഒരു ഐറ്റം ഫ്രൈ കാണും. ഉമ്മ കഴിച്ചോ? അത് കഴിക്കാം. ഉപ്പ് കഴിക്കാണ്ടല്ലോ. ആണോ? ഇഷ്ടപ്പെട്ടോ? പിന്നെ ആ ആന്റിയും കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കറിയൊക്കെ. ആന്റി നന്നായിട്ട് ഫുഡ് വെക്കും. നമ്മളെ അമ്മണിയമ്മ. വലിയ ഇവന്റ് എല്ലാം കിട്ടാറുണ്ടോ ഇപ്പൊ കാറ്ററിംഗ്? കാറ്ററിംഗ് കിട്ടിയിട്ട് ഒത്തിരി ദിവസമായി മോനെ. പിന്നെ നാളെ നമ്മളെ വീഡിയോ കണ്ടിട്ടേ അനുഗ്രഹിക്കട്ടെ. ടെൻഷൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ. ടെൻഷൻ അടിച്ചാ പോയി. ചില സമയത്ത് ആടിപ്പോവും മോനെ. ധൈര്യം സംഭരിച്ച് നിൽക്കും, ചില സമയത്ത് അങ്ങ് മാനസികടങ്ങ് തറന്നു. നമ്മൾ ഒറ്റയായി പോകുന്നുള്ളൊരു ചിന്ത കൂടെ വല്ലാതെ പ്രയാസം വരും. കറിയൊന്നും വേണ്ട, ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. അപ്പം ഉമ്മ ശരിക്കും സ്ഥലം അമ്പൂരി എത്തണ്ടല്ലോ? അമ്പൂരി എത്തണ്ട, കൂട്ടപ്പൂ. കാട്ടാക്കട വഴി വരണമെങ്കിൽ അമ്പൂരി കഴിഞ്ഞിട്ടാണ് കൂട്ടപ്പ്. നെയ്യാറ്റിൻകര വഴിയാണ് വരണമെങ്കിൽ കൂട്ടപ്പ് കഴിഞ്ഞിട്ടാണ് അമ്പൂരി.
ഇപ്പോൾ കൂട്ടപ്പൂ ഇതിപ്പോ കൂട്ടപ്പൂവാണ് സ്ഥലം. കൂട്ടപ്പൂ കുളത്തിങ്കര ശ്രീധർമ്മശാല ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം. നമ്മൾ മലയാളികൾ വീട്ടിലെ ഊണ് തേടി പോകുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് വണ്ടി നിർത്തും, ഭക്ഷണം കഴിക്കും. പക്ഷേ അതെല്ലാം വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഷെഡ് കെട്ടിയിട്ടൊക്കെ ആയിരിക്കും. ഇതങ്ങനെയല്ല, വീടിനകത്ത് ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇവിടെയാണ് ടേബിൾ നിരത്തി വെച്ചേക്കും എല്ലാ ഐറ്റങ്ങളും. നമുക്ക് വേണ്ട അത്രയും എടുത്ത് കഴിക്കാം, അതൊന്നും കണക്കുണ്ടാവില്ല. പിന്നെ തുച്ഛമായ പൈസ 80 രൂപയ്ക്കാണ് മീനും കൂട്ടി ഊണ്. പിന്നെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു സഹായം കൂടിയാവും. എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.